ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് രസവടയാണ്. ഇതിലേക്ക് ആവശ്യമായത് 1 കപ്പ് വടപ്പരിപ്പ് നന്നായി കഴുകിയെടുക്കുക. ഇത് 2 മണിക്കൂർ കുതിരുവാൻ വേണ്ടി വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുക. രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഒരു അരിപ്പയിൽ കൂടി അരിച്ച് മാറ്റിയെടുക്കുക. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒട്ടും വെള്ളമില്ലാത്ത അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി അരഞ്ഞു പോകരുത്. ചെറുതായി കുറച്ച് പരിപ്പ് കൂടി അരയാതെ മുഴുവനായും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പെരുംജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 1/2 കപ്പ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട് എന്നിവ ചേർത്ത് കുഴയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് അരച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചത് അല്പം എടുത്ത് ഉരുട്ടി ചെറുതായി പരത്തിയെടുത്ത് മാറ്റി വയ്ക്കുക. ചൂടായ എണ്ണയിലിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും നന്നായി മൊരിച്ച് കോരി മാറ്റി വയ്ക്കുക. ഇനി രസത്തിനായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 ടൊമാറ്റോ മുറിച്ചതും, പുളി പിഴിഞ്ഞത് 1/4 കപ്പ്, വെളുത്തുള്ളി 3 അല്ലി, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് ചെറുതായി പൾസ് ചെയ്തെടുക്കുക. ഇത് അടുപ്പിൽ വെച്ച് തിളയ്ക്കുവാൻ വേണ്ടി വയ്ക്കുക. നന്നായി തിളച്ചു വന്ന രസം നേരത്തെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെച്ച പരിപ്പ് വടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മല്ലിയിലയും കടുക്, വറ്റൽമുളക് എന്നിവ താളിച്ചതും ചേർത്ത് അല്പസമയം വച്ചിരിക്കുക. രസവട ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.